ഏതൊരു മാതാപിതാക്കളെയും ഭയപ്പെടുത്തുന്ന അതേസമയം നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു വാർത്തയാണ് ഇനി. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ്? ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു 27-കാരൻ യുവാവ് ഒരൊറ്റ മനുഷ്യൻ ലക്ഷ്യമിട്ടത് 459 കുട്ടികളെയാണ്. അതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 16 രാജ്യങ്ങളിൽ നിന്ന്. ഇതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ ഏർപ്പെടുത്തിയ നിരോധനം വീണ്ടും വലിയ ചർച്ചയാകുന്നത്. എന്താണ് ഈ കേസ്? എങ്ങനെയൊക്കെയാണ് ഇവർ നമ്മുടെ കുട്ടികളെ കൊടുക്കുന്നത്? പരിശോധിക്കാം. ക്വീൻസ്ലാൻഡ് പോലീസാണ് ഈ ഭീകരമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. 27 വയസ്സുള്ള ഒരു യുവാവിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് 596 കുറ്റകൃത്യങ്ങളാണ്. കേവലം ഒരു ഓൺലൈൻ ചതി എന്നതിലുപരി കുട്ടികളെ ഗ്രൂമിംഗ് വഴിയും ഭീഷണിപ്പെടുത്തിയും ക്രൂരമായ ചൂഷണത്തിന് ഇരയാക്കുകയായിരുന്നു ഇയാൾ. 2018 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് ഈ ക്രൂരതകൾ നടന്നത്. പോലീസ് ഇയാളുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്ന് കണ്ടെത്തിയത് 23,000-ലധികം ദൃശ്യങ്ങളാണ്. ഇതിൽ ചിത്രങ്ങളും വീഡിയോകളും വളരെ സൂക്ഷ്മമായി ലേബൽ ചെയ്ത് ഫോൾഡറുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. 459 ഇരകളിൽ 360 പേരെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇന്റർനാഷണൽ ഏജൻസികൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇയാൾ എങ്ങനെയാണ് കുട്ടികളെ കണ്ടെത്തിയത് എന്നതാണ്. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും പോപ്പുലർ സോഷ്യൽ മീഡിയ ആപ്പുകളുമാണ് ഇയാൾ ഇതിനായി ഉപയോഗിച്ചത്. പുരുഷന്മാരായും സ്ത്രീകളായും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് ഇയാൾ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചത്. ആദ്യം നല്ല രീതിയിൽ സംസാരിച്ച് കുട്ടികളുടെ വിശ്വാസം നേടിയെടുക്കും. അതൊരു ഗ്രൂമിംഗ് സ്ട്രാറ്റജിയാണ്. പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും നഗ്നചിത്രങ്ങളും വീഡിയോകളും കൈക്കലാക്കും. ഇനി ഇരയാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും 7 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികളാണ് എന്നത് നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള ക്രൂരമായ കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു വലിയ തീരുമാനമെടുത്തത്. സോഷ്യൽ മീഡിയ ബാൻ ഫോർ ചിൽഡ്രൻ അണ്ടർ 16. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതിൽ കർശനമായ നിരോധനമാണ് ഓസ്ട്രേലിയ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിയമം? ഈ വാർത്ത തന്നെയാണ് അതിനുള്ള മറുപടി. നമ്മുടെ കുട്ടികൾക്ക് സ്ക്രീനിനപ്പുറം ഇരുന്ന് സംസാരിക്കുന്നത് ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ തിരിച്ചറിയാനുള്ള പ്രായമോ പക്വതയോ ഉണ്ടാകില്ല. ഗെയിം കളിക്കാൻ കൊടുക്കുന്ന ഫോണിലൂടെയാണ് ഇത്തരം ഓൺലൈൻ വേട്ടക്കാർ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പ്ലാറ്റ്ഫോമുകൾക്ക് മേൽ കർശനമായ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് ഇയാൾ കോടതിയിൽ ഹാജരാവുകയാണ്. അയാൾക്കെതിരെയുള്ള കുറ്റങ്ങൾ അതിഭീകരമാണ്. 244 ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽസ് നിർമ്മിച്ചു. 163 കേസുകൾ വരുന്നത് കുട്ടികളെ ചൂഷണത്തിനായി പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. 87 കേസുകളുള്ളത് ഓൺലൈൻ വഴി കുട്ടികളുമായി ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത് ഇയാളെ പിടികൂടാൻ വർഷങ്ങളോളം നീണ്ട പരിശ്രമം വേണ്ടി വന്നു എന്നാണ്. ഡിജിറ്റൽ ഫോറൻസിക്സ് ഉപയോഗിച്ച് ഓരോ ഇമേജും വീഡിയോയും പരിശോധിച്ചാണ് ഇത്രയധികം ഇരകളെ തിരിച്ചറിഞ്ഞത്. ഇയാൾക്കൊപ്പം മറ്റു ചിലർക്കും ഈ റാക്കറ്റിൽ പങ്കുണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഡിറ്റക്ടീവ് സൂപ്രണ്ട് ഡെൻസിൽ ക്ലർക്ക് പറഞ്ഞൊരു കാര്യം നമ്മൾ ഗൗരവമായി എടുക്കണം. കുട്ടികൾ സ്വയം ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്ന രീതി വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും ഇതൊരു തമാശയോ ഭീഷണിയുടെ പുറത്തോ സംഭവിക്കുന്നതാണ്. ഇവിടെയാണ് രക്ഷകർത്താക്കളുടെ റോള് വരുന്നത്. കുട്ടികൾ ഫോണിൽ എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കണം. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലെ ചാറ്റ് ഓപ്ഷനുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ഓസ്ട്രേലിയയിലെ ഈ സംഭവം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ വേക്കപ്പ് കോൾ തന്നെയാണ്. ഓസ്ട്രേലിയ സോഷ്യൽ മീഡിയ നിരോധിക്കാൻ തീരുമാനിച്ചത് അവരുടെ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ്. നിയമങ്ങൾ ഒരു വശത്ത് വരുമ്പോഴും വ്യക്തിപരമായ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനം. ഇന്റർനെറ്റ് ഒരു മാരകമായ ആയുധം കൂടിയാണെന്ന് നമ്മൾ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.